കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ബിഹേവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആളുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ എന്നൊക്കെ അല്ലെ. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് മാനേജിങ് ദ ടെലിഫോൺ. സോ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സണ് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ആൻസർ ദ കോൾസ് അല്ലെ. ടെലിഫോൺ കോൾസ് ആൻസർ ചെയ്യണം, അതിൽ നന്നായി ബിഹേവ് ചെയ്യണം, പൊളൈറ്റ് ആയിരിക്കണം എന്നൊക്കെ. ഇനി അത് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഒരു കോൾ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനും ഇതേപോലെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ ബൈ ഹാർട്ട് തന്നെ വേണം, കാരണം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം, അല്ലാതെ നമുക്കത് എഴുതാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്പീക്കർ ആയിരിക്കണം ആൻഡ് ഓൾസോ ഒരു ഗുഡ് ലിസണറും ആയിരിക്കണം. നമ്മൾക്ക് നന്നായിട്ട് അങ്ങോട്ട് സംസാരിക്കാനും പറ്റണം, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ടായിരിക്കണം. കാരണം അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, എൻക്വയറീസിന് വേണ്ടി വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നന്നായിട്ട് ലിസൺ ചെയ്യാനും പറ്റണം, അതുപോലെ അവരോട് നന്നായിട്ട് സംസാരിക്കാനും പറ്റണം. ആൻഡ് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതുപോലെ പൊളൈറ്റ് ആയിരിക്കണം. നമ്മൾ ഹാർഷ് ആയിട്ട് അവരുടെ ബിഹേവ് ചെയ്യാൻ പാടില്ല, കാരണം അവർ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും അവർക്ക് ക്ലിയർ ആയി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിരിക്കണം കാര്യമാണ്. കാരണം അവർക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് ആണ്. സോ നമ്മൾ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അത് അവർക്ക് ക്ലിയർ ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പൊളൈറ്റ് ടോണിലാണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. കേൾക്കുന്ന ആൾക്ക് ഇവർ എന്തെങ്കിലും ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്നേ എന്നുള്ളൊരു ടോക്ക് വരാൻ പാടില്ല എന്നാണ് കാര്യം. ഇനി നെക്സ്റ്റോ, റിസീവിങ് ഇൻകമിങ് കോൾസ്. എപ്പോഴും നമ്മൾ ഇൻകമിങ് കോൾസ് റിസീവ് ചെയ്യണം. ആൻഡ് ആ കോൾസ് ആർക്കാണോ വേണ്ടത് അങ്ങോട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക വേണം. ചിലപ്പോൾ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ വിളിക്കുന്നവരായിരിക്കാം, സോ മാനേജറെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഔട്ട് ഗോയിങ് കോൾസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം ഇൻകമിങ് കോൾസ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് മേ ബി റിസപ്ഷനിലേക്ക് വിളിക്കുന്ന കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാനേജറെയോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലുള്ള പേഴ്സൺസിനെ വിളിക്കുന്ന കോൾ ആയിരിക്കാം. സോ നമ്മൾ അങ്ങോട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഔട്ട് ഗോയിങ് കോൾസ് എല്ലാം നമ്മൾ ട്രാൻസ്ഫറിങ് ചെയ്യുകയും വേണം. ആൻഡ് ഓൾസോ പിന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ്, എപ്പോഴും ഈ വരുന്ന ഒരു ആളുകളെടുത്ത് അവിടെ ഉള്ള ഓൾറെഡി ഉള്ള ആളുകളുടെ അടുത്ത് ഒരു കീപ്പ് ഇൻ ടച്ച്, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തൊരു കീപ്പ് ഇൻ ടച്ച് മൈൻഡ് ആയിരിക്കണം നമ്മൾ ഓൾവേസ്. മീൻസ് അവർ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവർക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ വരാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോട്ടലിൽ തന്നെ താമസിക്കാൻ ഉള്ള ഒരു ബിഹേവിയർ ഒക്കെ വേണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് പിന്നെന്താ, നമ്മളൊരു കോൾ വിളിക്കുന്ന സമയത്ത്, ഫസ്റ്റ് നമ്മളൊരു കോൾ വിളിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ നെയിം മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ ഇപ്പം പണ്ടൊക്കെ ആണെന്നെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കും, ഇന്ന കോൾ അല്ലേ, ഇന്ന നമ്പർ അല്ലേ അപ്പുറത്ത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അങ്ങനെ ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ നെയിം ആണ്, നമ്മൾ ഇവിടുന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് ഒരു ഇൻട്രോ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അവരുടെ കോളേഴ്സ് വെരിഫൈ ചെയ്യണം, നമ്മൾ വിളിക്കുന്ന ആള് തന്നെ അല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളത്. അവരുടെ ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്തിരിക്കണം. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഒരു കോൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിൽ. ഗുഡ് സ്പീക്കർ ആയിരിക്കണം, ക്ലിയർ ആൻഡ് പൊളൈറ്റ് ആയിരിക്കണം, ഗുഡ് ലിസണർ ആയിരിക്കണം, ഇൻകമിങ് കോൾസ് എല്ലാം റിസീവ് ചെയ്യണം, ഔട്ട് ഗോയിങ് കോൾസിനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ നെയിം എന്താണോ അത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് വി വാണ്ട് ടു വെരിഫൈ ദ ഐഡന്റിറ്റി ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് പേഴ്സൺ. അപ്പുറത്ത് നിൽക്കുന്നത് ആരാണോ അവരുടെ ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഒരു ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെയാണ് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. മീൻസ് നമ്മൾ ഇപ്പൊ ഒരു നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, വെരിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറൊക്കെ നമ്മൾ പറയുന്നതിന് കുറച്ച് മാനറിസംസ് ഉണ്ട്. ആ ഒരു മാനറിൽ അല്ലെങ്കിൽ ആ ഒരു ടോണിലേ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പൊ നമ്മൾ നോർമലി പറയും, ഒരു നമ്പർ എടുക്കാൻ നമുക്കിപ്പം 304 എന്നുള്ളതിന് നമ്മൾ 304 എന്നല്ലേ പറയാം. സോ നമ്മളൊരു ഹോട്ടൽ റൂമിന്റെ നമ്പർ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ അവിടെ 304 എന്ന് പറയാം, അല്ലെങ്കിൽ 304 എന്ന് പറയാം, അല്ലെങ്കിൽ 304 എന്ന് പറയാം. അല്ലാതെ ഒരിക്കലും നമ്മളത് കൂട്ടി പറയാൻ പാടില്ല. നമ്പേഴ്സ് എപ്പോഴും ഓരോന്ന് പെർട്ടിക്കുലറി എടുത്തിട്ട് തന്നെ പറയണം, അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നാണ് റൂള്. ഫസ്റ്റ് റൂൾ എന്താന്ന് വെച്ചാൽ, ഫിഗർ ഷുഡ് പ്രൊനൗൺസ്ഡ് ആസ് 0 or O.
സീറോ എന്നോ അല്ലെങ്കിൽ ഓ എന്നോ മാത്രമാണ് നമ്മൾ ആ ഒരു ഫിഗറിനെ പ്രൊനൗൺസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താ, സ്ലൈറ്റ് പോസ് ബിറ്റ്വീൻ ഈച്ച് പെയർ. നമ്മളൊരു പെയർ ആയിട്ടുള്ള ഒരു വേർഡ് എടുക്കുകയാണ്. ഇപ്പം ഒരു പെയർ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കാൻ വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ 542 എന്നുണ്ട്. അപ്പം നമ്മൾ ആ 542 എന്നുള്ളത് പറയുന്ന സമയത്ത് അത് ഈക്വലി സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ പറയണം. അത് ഫസ്റ്റ് റൂൾ ആണ്. ആൻഡ് അത് കൂടാതെ ഒരു നമ്പർ കഴിഞ്ഞിട്ട് അടുത്ത പെയർ പറയുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു പോസ് നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെ 542 അങ്ങനെ വേണം നമുക്ക് പറയാൻ. ആ 5 കഴിഞ്ഞിട്ട് ഒരു ലിറ്റിൽ ഒരു സെക്കൻഡ് നമ്മൾ അവിടെ ഗ്യാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പോസ് കൊടുക്കണം എന്നാ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താ, നമ്മളൊരു ഡിജിറ്റ് 4 ഡിജിറ്റ് ഒക്കെ ഉള്ള ഒരു നമ്പർ ആണ്, ഒരു റൂം നമ്പർ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ പറയണം, 5642. അവിടെ ഒരു ഈച്ച് പെയർ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഒരു പോസ് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് ആ ഒരു റൂള്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അവരുടെ അടുത്ത് പറയേണ്ട ഒരു രീതി എന്നാ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആണ്, നമ്മളൊരു ഡബിളിംഗ് ആയിട്ടുള്ള നമ്പർ വരികയാണ്. അപ്പൊ ഇവിടെ 14456 എന്ന് പറയുന്ന ഒരു നമ്പർ വന്നു. സോ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് 44 എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ആൾക്ക് അത്ര സുഖം ഉണ്ടാവില്ല അല്ലെ. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡബിൾ 4 എന്നുള്ള ഒരു ടേം അവിടെ യൂസ് ചെയ്യാം. ഡബിൾ എന്ന് പറയുന്ന ഒരു ടേം അവിടെ യൂസ് ചെയ്യാം. അതിന് എക്സ്പെഷണൽ കേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മള് 2 0 വരുന്നുണ്ട്, 2 2 വരുന്നുണ്ട്. ഇതിനെ നമുക്ക് 2 0022 എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ 50022 ആൻഡ് അഗെയിൻ 2 അല്ലേ വരുന്നത്. അപ്പോൾ 222 ഇങ്ങനെ വേണം ഇത് ആ ഒരു നമ്പറിനെ പറഞ്ഞു കൊടുക്കാൻ. സോ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളതാണ് ആ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ, നമ്മൾ എപ്പോഴും ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കണം. ഇത് കൺഫേം ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് ആയിട്ടേ കാണുള്ളൂ. സോ അവർക്ക് ആ ഒരു നമ്പർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് എന്നുള്ളത് അത് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൺഫേം നമ്മൾ ചെയ്തേ പറ്റൂ. സോ ഇനി അവരത് കൺഫേം ചെയ്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, ഇന്ന തന്നെയല്ലേ നമ്പർ, ഞാൻ പറഞ്ഞ ഈ നമ്പർ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന ഇൻഫർമേഷൻ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ റിപ്പീറ്റ് ചെയ്യാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമാണ്. സോ ഇതാണ് എങ്ങനെയാണ് ഒരു ടെലിഫോൺ കോൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് എങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത്. സെക്കൻഡ്, നമ്മളൊരു നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോട്ടൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പേഴ്സോ ഒക്കെ പറയുന്ന സമയത്ത് ആ നമ്പേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. സോ ഇതിൽ മെയിൻ പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ പോലെ എഴുതാനൊന്നും ഇതൊന്നും ചോദിക്കില്ല. മെയിൻ പോയിന്റ്സ് എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി കേട്ടോ.